Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Are you ready? എല്ലാവരും ready Yes, ആയിട്ടിരിക്കുന്നോ? പുറത്തിറങ്ങി പോയോ? ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നോ? ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയവരുണ്ടോ? കുറച്ച് അധികം പേര് പോയോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ സ്ട്രെങ്ത്. ആണോ? ഉണ്ടെന്നില്ലല്ലോ. Good morning, ma'am. ഇത്ര ഉണ്ടായുള്ളൂ അല്ലേ? 90 90 above ഉണ്ടായിരുന്നു. 90 എപ്പോൾ ഉണ്ടായിരുന്നോ? 93. ആണോ? 92 ഉള്ളൂ ഇപ്പൊ. 92-ല് 2 ഇവിടുത്തെ ആണല്ലോ. ഞാനും ഒന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നതും. 93. ഓക്കെ, വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മള് അടുത്ത എന്താ പറയാ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധികമൊന്നും ആയിട്ടില്ല, നമുക്ക് കുറച്ചധികം വഴി പിന്നിടാനുണ്ട്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ? ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ കയ്യില്? നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളൊരു ഫസ്റ്റ് തന്നെ നമ്മളൊരു ടേബിള് അല്ലെ പഠിച്ചു. അതായത് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കട്ടാ. ഞാൻ പറയുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാം, അതർവൈസ് മ്യൂട്ട് ആയിട്ടിരിക്കട്ടെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഫർദർ ക്ലാസിഫിക്കേഷൻസ്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് ഒരു പേജിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ടേബിൾ ആയിരുന്നു. അത് നമുക്ക് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് ഒറ്റ ഗ്ലാൻസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ഓഫ് ദീസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെ വിശദമായിട്ട് വിശകലനം ചെയ്യേണ്ട ആവശ്യകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇനി പഠിച്ചത്. ഫസ്റ്റ് വൺ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തു. ആൻഡ് ഇവർ നൽകുന്ന സർവീസസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നൽകുന്ന ഇൻപേഷ്യന്റ് സർവീസസും എന്താണെന്നും തൊട്ടടുത്ത പേജിലെ ഒരു ബോക്സിൽ നമ്മൾ അതിന്റെയും ഒരു ചെറിയ എന്താ പറയാ ഒരു വിവരണം, ഒരു ടേബിൾ ഫോമിൽ നമ്മൾ ടാബുലാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. നമുക്ക് അതിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്നത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ആൻഡ് അല്ലെങ്കിൽ ഇന്ന ഡിസീസസിനാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ തന്നിരുന്നത്. നമ്മൾ അതും കഴിഞ്ഞു. നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OPD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നൽകപ്പെടുന്ന സർവീസസ് എന്താണ് നമ്മൾ വളരെ വിശദമായിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഐ തിങ്ക് വി ഹാവ് കംപ്ലീറ്റഡ് അപ് ടു ദിസ് ടോപ്പിക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വരെയാണ് എടുത്തതെന്നാണ് എന്റെ ഒരു ഓർമ്മ. നിങ്ങളുടെയോ? അതെ മാം. പറഞ്ഞത് ശരിയാണോ? Yes, ma'am. ഓക്കെ, ഒന്നുകൂടി കൺഫേം ചെയ്യുന്നതാണ്. കാരണം ഈ നാളെ ഒരിക്കൽ ടീച്ചർ വന്ന് അവിടം വരെ എടുത്തു, അടുത്ത ദിവസം ടീച്ചർ വന്നിട്ട് വേറെ എവിടെന്നോ പഠിപ്പിച്ചു എന്നൊക്കെ പിന്നീട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ട് ലൈവ് ക്ലാസ്സസിൽ കയറുന്നവരിൽ നിന്നാണ് നമുക്ക് അങ്ങനെയുള്ള ആൻസേഴ്സ് എടുക്കേണ്ടത്. കാരണം നമ്മൾ പല ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വേറെ ബാച്ചസിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ബാച്ച് മാത്രമല്ല, അപ്പൊ പല ബാച്ചസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ പെട്ടെന്ന് കയറുമ്പോ നോക്കാണ്ടൊന്നുമല്ല ഓടിപ്പോയിട്ട് വഴിയെ കയറുന്നവരല്ല, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോ ക്ലാസ്സിലും എവിടെ വരെ എടുക്കുന്നതെന്നും അതെല്ലാം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടാ പോവുക. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ വരുന്നത്. പിന്നെ തന്നെയല്ല, മനുഷ്യന്മാരല്ലേ അല്ലെ, ഇടയ്ക്കൊക്കെ ചിലപ്പോ ചില തെറ്റുകളൊക്കെ പറ്റാം. അപ്പൊ അതൊന്നും കൂടി കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത്. ആഫ്റ്റർ ഓൾ നിങ്ങൾ വീണ്ടും അത്തരം എന്തെങ്കിലും കംപ്ലൈന്റുകൾ റേസ് ചെയ്താലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇന്ന് വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കംപ്ലൈന്റ് പറഞ്ഞൊന്ന് എന്റെ സമയം ക്ലാസ്സിലെ വലിയ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ക്ലാസ്സസ് ഒക്കെ നന്നായി പോകുന്ന മാം, എല്ലാവർക്കും ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടുണ്ട്. ആണ്. ഇംഗ്ലീഷ് എങ്ങനെയാണ് ബുദ്ധിമുട്ട്? എല്ലാവർക്കും വേണ്ടി ഒരാൾ റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞതാണോ? ഒപ്പീനിയൻസ്? ഇംഗ്ലീഷ് മാർക്കിനാണ് വരുന്നത്.
അങ്ങനെയാണ്. ഇംഗ്ലീഷ് എത്ര മാർക്കിനാണ് വരുന്നത്? ഇംഗ്ലീഷ് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ 60-നകത്ത് തന്നെ പെട്ടിരിക്കുന്നതാണ്. ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആണ്. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ മാത്രം എടുക്കുമ്പോൾ ഈ നിങ്ങൾക്ക് 5 ടീച്ചേഴ്സ് ആണല്ലോ വരുന്നത്. ഇത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ നിന്നുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഈ 5 ടീച്ചേഴ്സിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. ഐ തിങ്ക് മേ ബി 12 or 13 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. 12, 13 ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോ 100 മാർക്കിൻ്റെതാകുമ്പോ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിലേക്ക് ഉണ്ടാകുക. ഇംഗ്ലീഷില് എങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കൂടുന്നതാണോ? അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാവുന്ന എന്തെങ്കിലും കാരണങ്ങളാണോ? ഇംഗ്ലീഷ് പ്രസന്റേഷൻ എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരാൾ പറയുന്നു. അതാണോ? അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നതുമാണോ? അല്ലെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും അല്ല, ചില ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കായിരിക്കാം. ബിക്കോസ് കുറച്ച് എന്താ പറയാ ഡിസ്റ്റൻസിൽ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളൊക്കെ ബ്രേക്ക് ചെയ്ത് പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അങ്ങനെയാണോ? സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് ഒരാൾ പറയോ? ആരെങ്കിലും ഒരാൾ റെപ്രസെന്റ് പറയോ? സൗണ്ട് മ്യൂട്ട് ചെയ്യും ബാക്കിയുള്ളവര്, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല പറയുന്ന കാര്യം. ഇംഗ്ലീഷ് ആദ്യം എടുത്ത മിസ് നന്നായി ഡീറ്റെയിൽ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആരെയാണ് ഉദ്ദേശിച്ചത്? ഫസ്റ്റ് അർച്ചന മിസ് എടുക്കുന്നത് മനസ്സിലാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് വേറെ ടീച്ചറെ കൊണ്ടുവന്നത്. ആദ്യത്തെ മിസ് പറഞ്ഞത് ഇംഗ്ലീഷിന് മാത്രം 40 മാർക്കിന് എക്സാം ഉണ്ടെന്നായിരുന്നു ആദ്യത്തെ മിസ് പറഞ്ഞത്. അപ്പൊ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അറിയില്ല, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെയുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരാളിൽ നിന്നും എല്ലാ റിപ്ലൈ നിങ്ങൾ സ്വീകരിക്കാം. അതർവൈസ് അവർക്ക് അറിയില്ല, അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പേപ്പർ അല്ല അത്. ഓക്കെ, ഇത് നമ്മൾ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു കോഴ്സിന്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. അത് ചെയ്യുടെ കൂടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതലും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോ ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ലെവലിൽ നമ്മൾ ക്ലാസ്സസ് എടുക്കണം എന്നുള്ള രീതിയിലാണ്. വിതൗട്ട് നിങ്ങളെ കൊണ്ട് ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി. കാരണം ഗ്രാമർ നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമറൊക്കെ ഒരു എന്താ പറയാ ഈ ഒരു 6 monthsന്റെ കോഴ്സ് കൊണ്ടൊന്നും നമ്മൾ കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് അത് ഇങ്ങനെ കിടക്കാണ് വിശാലമായിട്ട് ഉള്ള ഇതുപോലെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ മൊത്തം കവർ ചെയ്ത് ഗ്രാമറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ രീതിയിൽ നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഗ്രാമർ ആണ് എല്ലാവർക്കും അതെ ടഫായിട്ട് തോന്നുന്നതിന്റെ റീസൺ ഇങ്ങനെയൊക്കെ ആവാം. ഒന്നില്ലെങ്കിൽ ഒത്തിരി ഗ്യാപ്പ് വന്നവർ ആയതുകൊണ്ടാകാം. ചിലപ്പോ ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. ചിലപ്പോ എന്താ പറയാ സ്പീഡ് ആണോ? അതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഏതാണ് പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു റീസൺ? എന്നാലും എനിക്ക് അവിടെ അത് ഇൻഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് എടുത്ത് തരാൻ വേണ്ടിയിട്ടല്ല. അവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് മനസ്സിലായാൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്ത് എനിക്ക് അവിടെ പറയാം. അപ്പൊ അതനുസരിച്ചിട്ട് അവരത് എന്താന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യട്ടെ. അതാണ് ഉദ്ദേശിച്ചത്. ഇംഗ്ലീഷ് എടുക്കുമ്പോൾ മിസ് ഞങ്ങളെത്താണ് ഒപ്പീനിയൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഡീറ്റെയിൽസ് ആയിട്ട്. ഇതിൽ പലർക്കും ചിലവർക്ക് കുറച്ച് അറിയുന്നവരുണ്ട്, ചിലവർ കൂടുതലായിട്ട് ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട്. അപ്പൊ ചിലവർ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി പറയുമ്പോൾ ചിലവർക്ക് അത് പറ്റുന്നില്ല. അപ്പൊ മിസ് ഞങ്ങളോട് ചോദിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാനത് ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ അർച്ചന മിസ് നിങ്ങൾ പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ കുറച്ച് കംപ്ലൈന്റുകൾ ഈ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞില്ലായിരുന്നോ? ആരും പറഞ്ഞില്ലായിരുന്നോ? അർച്ചന മിസ് ക്ലാസ് എടുത്തപ്പോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? പറഞ്ഞില്ലേ നിങ്ങള്? ഇല്ല, അങ്ങനെയല്ല. അർച്ചന മിസ്സിന് കുറച്ച് സ്പീഡ് ഉണ്ടേനു. ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും. അല്ലാതെ മിസ് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കി തരും. പക്ഷേങ്കിൽ ഈ മിസ് എന്താന്ന് വെച്ചാല് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ആൾക്ക് ഗ്രാമർ നല്ല ടഫാണ്. അപ്പോ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാ ചെയ്യുന്നത്. അപ്പോ ബാക്കിയുള്ളവർക്ക് മനസ്സിലായിനോ ഇതെന്താ പറയണ്ട, എല്ലാവർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്താലല്ലേ മനസ്സിലാവും. ഒരു സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് ആൻസർ ചെയ്യാൻ പറ്റൂ.
ഇതിങ്ങനെ ആ ഒരു ഫ്ലോയില് പോയി. എന്നിട്ട് നമ്മൾ ചോദിച്ചേരം നമ്മളോട് പറഞ്ഞ് ഇത് എക്സാമിനൊന്നും ഉണ്ടാവില്ല, പിന്നെ ഇത് എക്സാമിന് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി പഠിക്കുന്നെങ്കിൽ പോലും നമുക്ക് ആ ഒരു ആൻസർ അറ്റൻഡ് ചെയ്യണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് എങ്ങനെയാന്ന് പറഞ്ഞു തന്നാലേ നമുക്ക് ബാക്കിയുള്ളത് ഇതിനകത്ത് പോവും. ആ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. ആണോ? ശരി, ഞാനിത് അവിടെ സൂചിപ്പിച്ചേക്കാം. ആദ്യം നമ്മൾ അർച്ചന മിസ്സിനെ എടുത്തപ്പോ കുറച്ച് അധികം പേരിങ്ങനെ ഇതുപോലെയുള്ള കംപ്ലൈന്റുകൾ പറഞ്ഞു. അന്നേരം സ്പീഡിന്റെ മാത്രം കാര്യമല്ല പറഞ്ഞ്, മിസ് എടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഏത് ബാച്ചാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ബിക്കോസ് എല്ലാ ബാച്ചിലും ഞാനിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു 7th ബാച്ചിൽ നിന്നാണ് അത്തരം കംപ്ലൈന്റ് വന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചപ്പോ നിങ്ങൾ ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അടുത്ത ഒരു മിസ്സിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തതും കണ്ടുപിടിച്ചതും കൊണ്ടുവന്നതും ഒക്കെ. ഓക്കെ, അപ്പൊ അത് സ്പീഡ് മാത്രമല്ല എന്ന് പറഞ്ഞത്. സ്പീഡ് മാത്രമല്ല എന്ന് നമ്മള് കുറച്ച് അധികം നേരം മിസ്സിനോട് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് സ്പീഡ് കുറച്ചിട്ട് ഒന്ന് പറഞ്ഞേക്ക് മിസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ അന്നേരം അത് മാത്രമല്ല, വീണ്ടും മറ്റു ക്ലാസ്സുകളിൽ നിന്നും ഇവിടെ നിന്ന് മാത്രമാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അപ്പൊ വേറെ ക്ലാസ്സുകളിൽ നിന്നും ഇതുപോലെ തന്നെ ആളുകൾ ഒരു കംപ്ലൈന്റ് റേസ് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ഇങ്ങനെ പറഞ്ഞ് മാറ്റിയതും അടുത്ത ടീച്ചേഴ്സിനെ കണ്ടെത്തി കൊണ്ടുവന്നത്. ഞാനിത് പറയാം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അവിടെ ഇൻഫോം ചെയ്യാൻ പറ്റും, ഞാനത് ഇൻഫോം ചെയ്തോളാം. ഓക്കെ, എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇത് കാര്യം ഞാൻ സൂചിപ്പിച്ചേക്കാം. നത്തിങ് മോർ. എല്ലാരും ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷിന്റെ നോട്ട് മുന്നേ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് പിന്നെ മാഡം, ഈ മന്തിത്തെ ഫീ അടക്കണം പറഞ്ഞിരുന്നു. ഇത് 20ന്റെ ഉള്ളിൽ അടക്കണോ? നിങ്ങളോട് നിർബന്ധം ഉണ്ടാണ് ഇത്? ഏത് ഡേറ്റിലേക്ക് മുമ്പാണ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഫീസ്? എല്ലാവരോടും കൂടി കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. 20-ാം തീയതി. അങ്ങനെ അടയ്ക്കണം. പിന്നെന്താന്ന് ചോദിച്ചേ? ഓക്കെ, പരീക്ഷയ്ക്ക് മൈനസ് പോയിന്റ് വല്ലതും ഉണ്ടോ? ഇല്ല, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. PSC പോലെ നെഗറ്റീവ് മാർക്ക് ഇല്ല കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും? ഒന്നുമില്ലല്ലോ മാഡം. പിന്നെ ഞങ്ങള് ഫീ അടച്ചേ, അതായത് ഈ കോഴ്സ് പഠിക്കാന് കോണ്ടാക്ട് ചെയ്ത ആളെ നമ്പർ പോയി, ഫോണ് ചേഞ്ച് ചെയ്തപ്പോ. അപ്പൊ ഇനി അവരെ നമ്പർ കിട്ടാനൊരു ഇതില്ല. അപ്പൊ ഞങ്ങൾ ഏതിലേക്കാണ് അടിക്കുക, ഫീ അടക്കുക? അതല്ല, നിങ്ങൾ അങ്ങനെയായിരുന്നു ഫീസ് അടച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ കോളേജ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്ന ആളുടെ ജിപേയിലേക്കാണ് അയച്ചിരുന്ന പൈസ? അല്ല, ഞങ്ങള് ആ സ്കാനറിന്റെ ആ ഇതൊക്കെ പോയി. ഇതിക്ക് വന്നിട്ടുള്ള ആ സ്കാനർ ഉണ്ടല്ലോ, UPIന്റെ, അത് പോയി. അത് പോയി, ഫോണിന് മിസ്സായി പോയി. അപ്പൊ ഇനി അയക്കേണ്ടതൊന്നും അറിയില്ല. അതൊന്ന് ഗ്രൂപ്പിലിടാവോ? ശരി, പറയാം. ഞാൻ അവിടെ പറയാം. അത്രയും കാര്യമുണ്ട്. ഇംഗ്ലീഷ് പിന്നെ ഫീസ് അടയ്ക്കേണ്ട ആ സ്കാനർ പോയിരുന്നു അല്ലെ? സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ഈ ഫീ അടച്ച സംഗതി എന്താ റെസിപ്റ്റ് എന്തെങ്കിലും തരുമോ? എന്റെ ഒരു ഇതൊന്നും തന്നിട്ടൊന്നുമില്ല. അതെനിക്കറിയില്ല. ബാക്കിയുള്ളവരൊന്ന് പറയോ അതിന്റെ മറുപടി ഒന്ന്? ഫീസിന്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ? റെസിപ്റ്റ് കിട്ടിയിരുന്നു. നമ്മൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ റെസിപ്റ്റ് അപ്പൊ തന്നെ അയച്ചു തരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ തന്നെയാണല്ലോ ചെയ്യുന്നത്, അതിനേക്കാളും വലിയ തെളിവ് വേറെ വേണോന്നാ ചോദിച്ചത്. അതും ഒരു കാര്യമാണ്. ഇനി അത് എങ്ങനെയാണെന്ന് അതിനെ കുറിച്ച് എനിക്ക് ചോദിക്കേണ്ടി വരും. അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യം ഞാൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വാഹിദ മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവാനായിട്ട്, വാഹിദ മിസ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മുടെ ക്ലാസ്സിൽ കയറുന്നില്ലല്ലോ. നിങ്ങളുടെ ക്ലാസ്സിലില്ലല്ലോ. ടീച്ചർ ഇല്ല കേട്ടാ. ടീച്ചറുടെ ക്ലാസ്സില്ല. ടീച്ചറിന് പകരം ഏതാണോ ടീച്ചർ എടുത്ത് നിർത്തിയിരിക്കുന്ന ഭാഗം ആരെങ്കിലും കണ്ടിന്യൂ ചെയ്തോളൂ. അത് പറഞ്ഞിരുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് OPD
ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഒ പി ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം പേഷ്യൻസ് ആർ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഓൺലി ഫോർ എ കൺസൾട്ടേഷൻ അല്ലെ. ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് ഈ ഒരു വിഭാഗത്തിലേക്ക് ആളുകൾ പോകുന്നത്. നമ്മൾ അഡ്മിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പോകുക. പക്ഷെ ഇൻ കേസ് നമ്മളുടെ ഡിസീസസിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി മേ ബി ഡോക്ടേഴ്സ് ചിലപ്പോൾ നമ്മളോട് കിടക്കേണ്ടി വരും, ഒരു ദിവസം 2 ദിവസം കിടന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും എന്താണ് അസുഖം എന്ന് അന്നേരം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചിലപ്പോ ടെസ്റ്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാം. എന്നാലും ഒ പിയിൽ വന്നിട്ടാണ് അങ്ങനെ കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു ഡിസിഷൻ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. അതർവൈസ് വി ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ ഓൺലി ഫോർ ദ കൺസൾട്ടേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡേ. ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഒ പി വിഭാഗത്തില് പേഷ്യൻസ് വരുന്നത്. ഇനി ഒ പി വിഭാഗത്തിൽ വരുന്ന പേഷ്യൻസ് ദേ ഹാവ് ടു ടേക്ക് സം അഡ്വൈസ് ഫ്രം ദ ഡോക്ടേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് സ്വീകരിക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ടേക്ക് ദ മെഡിസിൻസ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്നുകളൊക്കെ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കഴിക്കണം. ആൻഡ് ഓൾസോ ഇഫ് ദ ഡോക്ടേഴ്സ് ആർ ആസ്കിംഗ് ദം ടു കം ഫോർ എ ഫോളോ അപ്പ് ആഫ്റ്റർ 2 or 3 days they have to do it also അല്ലെ. അവിടെ പോയിട്ട് മരുന്നൊക്കെ കഴിച്ച് 1-2 ദിവസമൊക്കെ കഴിച്ചിട്ട് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വന്ന് 2 ദിവസം കഴിഞ്ഞ് കാണിക്കേണ്ടതാണെങ്കിൽ ചിലപ്പോൾ പറയും, എടുത്തു പറയും അല്ലെ, വന്ന് കാണിക്കൂ. ചിലപ്പോൾ പറയും കുഴപ്പമില്ല, മാറിയെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വരണമെന്ന് നിർബന്ധമില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്താണോ പറയുന്ന രീതിയിലെല്ലാം അനുസരിച്ച് നമ്മൾ വന്നു പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒ പി വിൽ ബി എന്താ പറയാ ഫംഗ്ഷനിങ് ഫോർ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് ഓർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ് അല്ലെ. ഒ പി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടിയാണെന്നും കൂടി ഓർക്കുക. ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ഒ പി വിൽ ബി ക്ലോസ് ചെയ്യും. And also consultation doctors will be handling this OPD. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒ പി സമയത്ത് എന്ന് പറയുമ്പോൾ 9 to 3 ആകാം, 10 to 4 ആകാം, ഏതാണ് ആ രീതിയിൽ ആ സമയത്ത് ഒ പി പ്രവർത്തിക്കുന്ന സമയത്ത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് അവിടെ നമുക്ക് കാണാനായിട്ട് ഉണ്ടായിരിക്കും. സോ വി ക്യാൻ കൺസൾട്ട് ദം. നമുക്ക് അവരെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെയാണ് നമ്മൾ നിർത്തിയത്. Now we are moving to the next department. Casualty or emergency department ആണ് അടുത്തത്. നമ്മൾ ഒരു സിമ്പിൾ ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ നമ്മൾ എഴുതി വെച്ചിരുന്നു. Here this department എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. In this department the patients are brought into the hospital by an ambulance in an emergency situation അല്ലെ. ഒരു എമർജൻസി ആയിട്ടുള്ള സാഹചര്യത്തില് പേഷ്യൻസിനെ നമ്മളുടെ എന്താ പറയാ ആംബുലൻസിൽ കൊണ്ടുവരുന്ന ഒരു ഇടം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ കാഷ്വാലിറ്റി എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ ഒ പി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞ അതൊരു സ്പെസിഫൈഡ് ടൈമിന് ശേഷം പ്രവർത്തിക്കില്ല, ക്ലോസ് ചെയ്യും. അവിടെ ഈ അത്തരം സാഹചര്യം അത് ക്ലോസ് ചെയ്ത് പോയി എങ്കിൽ ഇഫ് ദർ ആർ സം പേഷ്യൻസ്, അതായത് നമുക്കറിയാം നമുക്ക് എപ്പോഴാ രോഗം വന്നതെന്നൊന്നും നമുക്കറിയില്ല അല്ലെ. ഇത് ഒ പി പ്രവർത്തിക്കൽ കഴിഞ്ഞു, ഇന്നത്തെ ഒ പിയുടെ ടൈം കഴിഞ്ഞു, അയ്യോ ഇനി ആർക്ക് രോഗം വരാൻ പാടില്ല എന്നാണോ? അല്ല, രോഗങ്ങളൊക്കെ പെട്ടെന്ന് ആക്സിഡന്റലി വരുന്നുണ്ട്. ഇന്നൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ കേസസ് നമുക്ക് കേൾക്കാം അല്ലെ. ഒത്തിരി ആളുകൾ അവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഫെയിന്റഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ആ കൊച്ചിന് എന്തോ വന്നു എന്താണെന്നറിയില്ല കൊണ്ടുപോകുന്നു. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ആണ് ഇന്ന് പെട്ടെന്ന് ഇത്തരം രോഗങ്ങൾ നോക്കി നിൽക്കാതെ നമ്മൾ ആൾക്കൊന്നും കാണുമ്പോ പ്രത്യക്ഷത്തിൽ അപ്പിയറൻസിൽ നമുക്കൊന്നും മനസ്സിലാകില്ല, പക്ഷെ പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് സംഭവിക്കുക. അതുപോലെ തന്നെ ആക്സിഡന്റുകൾ, അതുപോലെ തന്നെ എന്താ പറയാ പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കടിക്കോ തൊടുകയോ ഒക്കെ ചെയ്തു, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഹാർട്ട് അറ്റാക്കുമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ പേഷ്യൻസ് വരാറുണ്ട്. സോ നമ്മുടെ ഒ പി വിഭാഗം പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇൻ സച്ച് സിറ്റുവേഷൻസ്, അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ഒരു ഇടമാണ് എമർജൻസി ഓർ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്, എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട് കേട്ടോ. 4 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മറക്കണ്ട. കാഷ്വാലിറ്റി വേണമെങ്കിൽ ചോദിക്കാം, കാഷ്വാലിറ്റിയുടെ അതർ നെയിംസ് വേണമെങ്കിൽ ഓർക്കാട്ടോ. കാഷ്വാലിറ്റി ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ ഷോർട്ട് ആക്കിയതാണ്. അപ്പൊ ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ് ആണ് എന്താണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാ തരത്തിലുള്ള എമർജൻസി എന്താ പറയാ ഇത്തരം എന്താ പറയാ ഭയങ്കര എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, ഏത് വിഭാഗത്തിലായിക്കോട്ടെ,
ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണോ, അല്ലെങ്കിൽ എന്താ പറയാ വല്ല ആക്സിഡന്റ് പറ്റിയവർ മാത്രമാണോ? അല്ല, ഏത് വിഭാഗത്തിലും ആണെങ്കിലും എമർജൻസി സിറ്റുവേഷനിലാണോ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്, they should be shifted to this department. ഈ ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും കൊണ്ടുപോകുക. ആൻഡ് ഇൻ എ ഹോസ്പിറ്റൽ ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക്. ഏതൊരു ഹോസ്പിറ്റലിലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്താണ്? അറൌണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 24 hours വർക്കിംഗ് ആയിരിക്കും. 24x7 എന്ന് പറയുന്നതും നല്ലതാണ്. കാരണം 24 hours into 7 days of a week അല്ലെ, ഒരു ആഴ്ചയിലെ 7 ദിവസങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി അടച്ചിട്ടിരിക്കുന്നത്. അടച്ചിടാൻ പറ്റുമോ? പറ്റില്ല. എമർജൻസി സിറ്റുവേഷൻ എവിടെ നിന്നാണ് എപ്പോഴാണ് ആളുകൾക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഓടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാ. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇത് എപ്പോഴും ഒരു ഗേറ്റിന്റെ എൻട്രൻസിന്റെ ഒക്കെ അടുത്ത് തന്നെ ആയിരിക്കണം. ഏതെങ്കിലും കൂട്ടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് ഒരു വഴിയും കൊണ്ടുവന്ന പേഷ്യന്റിന്റെ സ്ഥിതി വളരെ മോശമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതെ ഇരിക്കാനും പേഷ്യൻസിനെ എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, കാരണം അവിടെ there is no time to waste. ഈ പരിശോധന നടത്തി അല്ലെങ്കിൽ OP വിഭാഗത്തിൽ പോയി ചീട്ടിന് നിന്നു, അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ സമയമൊന്നും കളഞ്ഞ് ലാഗ് ചെയ്യാനൊന്നും സമയമില്ല. ബിക്കോസ് ഈ വന്നിരിക്കുന്ന പേഷ്യന്റ് എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത് തന്നെയാണ്. സോ ദാറ്റ് ദേ ഹാവ് ടു ബി ഗിവൺ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് they will be sent to the specialized department for their further treatment. പിന്നീടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഹാർട്ട് അറ്റാക്കുമായിട്ട് വന്നേക്കാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അവിടെ തന്നെ കൊടുക്കും. എവിടെ കൊടുക്കും? കാഷ്വാലിറ്റിയിൽ കൊടുക്കും. അറിയാലോ അല്ലെ, CPR അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം രോഗി ഒന്ന് സ്റ്റേബിൾ ആയി അല്ലെങ്കിൽ ഒന്ന് ഓവർകം ചെയ്തു, ആ എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്തു എന്ന് വിചാരിക്കാം. ആഫ്റ്റർ ദാറ്റ് അവിടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവയവത്തിലാണ് ഈ ആൾക്ക് അസുഖം വന്നേക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം? ഓർത്തോയിലേക്ക് മാറ്റണോ? അല്ല, കാർഡിയോളജി വിഭാഗത്തിലേക്ക് മാറ്റുന്നു. അപ്പൊ ഫർദർ ട്രീറ്റ്മെന്റ് പിന്നെ അവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് കോൾഡ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇപ്പോ അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കും അബൌട്ട് കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു പേരുകളുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്, A&E ഡിപ്പാർട്ട്മെന്റ് എന്നും ഇതിന് പേരുണ്ട്. ഇറ്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസി എക്യുപ്മെന്റ്സ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ തരത്തിലുള്ള എമർജൻസി എക്യുപ്മെന്റുകളും സജ്ജീകരിച്ചിരിക്കണം. അല്ലാതെ സജ്ജീകരണങ്ങളൊന്നുമില്ല. വെറുതെ ഒരു മുറി, കാഷ്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു മുറി മാത്രം ആയതുകൊണ്ട് അവിടെ എന്ത് പ്രയോജനം? അല്ലെ, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവിടെ വെൽ എക്യുപ്ഡ് ആയിട്ട് ഇപ്പൊ ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന ഒരു പേഷ്യൻസിന് എന്താണോ അവിടെ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകൾ, അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ പിന്നീട് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കും, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. എന്ത് എക്യുപ്മെന്റ് ആണോ അവരുടെ ആ ലൈഫിനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള മെഷീൻ ഏതാണോ ആ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റുകളോ അല്ലെങ്കിൽ മെഷീനോ ഷുഡ് ബി അവൈലബിൾ ഇൻ ദ കാഷ്വാലിറ്റി. അത് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ വലിയൊരു ആക്സിഡന്റുമായിട്ട് വരുന്നു, ഇപ്പൊ തലയ്ക്കാണോ, ഹെഡ് ഇഞ്ചുറി ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ, അപ്പൊ അവിടെ ആ ഒരു ട്രീറ്റ്മെന്റ് എന്താണോ ഇമീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് ഷുഡ് ബി ദർ. അത് അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും എപ്പോഴും അവിടെ എന്താ പറയാ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള 24 hours വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നമ്മുടെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ് ആണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി, എന്ത് തരത്തിലുള്ള രോഗമായിട്ടാണോ പേഷ്യൻസ് വരുന്നത് അതിന്റെ ആഴവും വ്യാപ്തിയും നീളവും വീതിയും ഒക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വിൽ ബി പ്രൊവൈഡഡ്. പെട്ടെന്ന് തന്നെ ചികിത്സ കൊടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ഷിഫ്റ്റഡ് ടു ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ദെയർ ഫർദർ ട്രീറ്റ്മെന്റ്. പിന്നീട് അവരുടെ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി അവരെ അതാത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നു. മനസ്സിലായോ? എന്താണ് സംഭവം? ക്ലിയർ ആയോ? കാഷ്വാലിറ്റി ക്ലിയർ ആണോ? ക്ലിയർ ആണ് എന്ന് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പുറത്തുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സോ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. യെസ്, അപ്പൊ കാഷ്വാലിറ്റി കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? അപ്പൊ നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? മെഡിക്കലിനകത്ത് OP ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിക്കുന്നത്. കാഷ്വാലിറ്റി പറഞ്ഞു. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതാണത്?
കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എന്താ പറയാ ഷോർട്ട് നോട്ട് പോലെ തന്നെ കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? വിച്ച് പ്രൊവൈഡ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ഫോർ ദ ഡിസോർഡേഴ്സ് ഓർ ഫോർ ദ ഡിസീസസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു അവർ ഹാർട്ട്. അല്ലെ, നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൃദയത്തിന്റെ താളക്രമങ്ങൾ തെറ്റുക, അല്ലെങ്കിൽ ഹൃദയത്തിനെ സംബന്ധിക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകുക, ഹൃദ്രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഹാർട്ടിന്റെ മൊത്തം കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഹിയർ ദ പേഷ്യൻസ് വിച്ച് നമുക്കറിയാം ഇൻ പേഷ്യൻസ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ പേഷ്യൻസിന് മാത്രമേ ഹാർട്ടിന്റെ അസുഖം വരാൻ പാടുള്ളൂന്നുണ്ടോ? അവിടെ കിടത്തിയിരിക്കുന്ന അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് പെട്ടെന്ന് ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ഹാർട്ടിലെ റിതമിന് എന്തെങ്കിലും വേരിയേഷൻ വന്നു, അല്ലെ അങ്ങനെ മാത്രം വരാൻ പാടുള്ളൊന്നുമില്ല. പെട്ടെന്ന് പുറത്തുനിന്നും അതുപോലെ തന്നെ ആളുകളെ ഔട്ട് പേഷ്യന്റിലും പെട്ടെന്ന് കാഷ്വാലിറ്റിയിലൊക്കെ പെട്ടെന്ന് എത്തിക്കുന്ന പേഷ്യൻസും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇൻ പേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഇവിടെ കാർഡിയോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹിയർ ഇൻ ദിസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത ഒരു ബിഗ്ഗസ്റ്റ് റേഞ്ച് ഓഫ് ഹാർട്ട് ഡിസീസസ് എന്ന് പറയാം. ഒരു വലിയ ഭൂരിഭാഗം ഏരിയ കവർ ചെയ്യുന്ന നമ്മുടെ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. CAD എന്നാണ് നമ്മൾ അതിനെ ഷോർട്ടായിട്ട് വിളിക്കുക. കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് ദ എക്സാമ്പിൾ ഫോർ കൊറോണറി ആർട്ടറി ഡിസീസ്. ആൻജൈന എന്നാണ് അതിന്റെ പേര്. ആൻജൈന പോലെയുള്ള കൊറോണറി ആർട്ടറി ഡിസീസിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഹാർട്ട് പ്രോബ്ലംസ്, വൈഡ് റേഞ്ച് ഓഫ് ഹാർട്ട് പ്രോബ്ലംസ് ആണ്. അതിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഓഫ് ഡിസീസ് ആണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞ ഏത് ആൻജൈന എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, ഇതിനകത്താണ് CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് നടക്കുന്ന, അതായത് നമ്മുടെ ഈ CAD കൊറോണറി ആർട്ടറി ഡിസീസ് പോലെയുള്ള രോഗങ്ങളെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഒരു പരിധി വരെ അതുകൊണ്ടുണ്ടാകാവുന്ന ഹാർട്ട് അറ്റാക്സ് ഒക്കെ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് ഡോക്ടേഴ്സിന്റെ ഭാഷയിൽ പറയും. ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയും, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് അതിനെ അവർ എന്താ പറയാ പറയുന്നത്. അവരുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ അവരുടെ ടേംസ് അവർ പറയുന്നതിന് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ സാധാരണ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഭാഷയിൽ അതങ്ങനെയാണ്. എന്താണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പൊ ഹാർട്ട് അറ്റാക്സ് ഒക്കെ വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സർജിക്കൽ ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒത്തിരി കാർഡിയോവാസ്കുലർ സർജിക്കൽ ട്രീറ്റ്മെന്റുകളും ഈ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിന്, നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ ഒക്കെ ഉണ്ടല്ലോ, ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ടിലേക്കൊക്കെ പമ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ പോകണം. സോ ഇഫ് ദർ ഈസ് എനി പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ദ ബ്ലഡ് സർക്കുലേഷൻ, അങ്ങനെ പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പ്രശ്നങ്ങളാണ്. സോ ദേ ക്യാൻ ബി എന്താ പറയാ റിമൂവ്ഡ് ഓർ ദേ ക്യാൻ ബി സോൾവ്ഡ് by this coronary artery bypass grafting or cardiovascular surgery. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സർജറി കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളാണ് കാർഡിയോവാസ്കുലർ സർജറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് പ്രോബ്ലംസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CAD. ഈ CAD-യുടെ ഒരു ഉദാഹരണമാണ് ആൻജൈന. എന്താണ് അപ്പൊ ആൻജൈന എന്ന് പറയുന്നത്? അതിന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആൻജൈന പറഞ്ഞിരിക്കുന്നത്. അതായത് ആൻജൈന എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിവിയർ പെയിൻ ഓൺ ദ പാർട്ട് ഓഫ് അവർ ചെസ്റ്റ്. നമ്മളുടെ നെഞ്ചിൽ ഉണ്ടാകുന്ന ഒരു വേദനയാണ്, ഒരു സിവിയർ പെയിൻ തന്നെയാണ്, കുറച്ച് ശക്തിയിൽ അങ്ങോട്ട് വരും. ആൻഡ് ഇറ്റ് വിൽ സ്പ്രെഡ് ടു അവർ നെക്ക്, ഷോൾഡേഴ്സ് ആൻഡ് ഓൾസോ ഫ്രീക്വന്റ്ലി ടു അവർ ആംസ്. നമ്മളുടെ ചെസ്റ്റിൽ നിന്നുണ്ടാകുന്ന വേദന അത് നമ്മുടെ നെക്കിലേക്കും എന്താ പറയാ കഴുത്തിലേക്കും, പിന്നെ എന്താ പറയാ ഷോൾഡേഴ്സിലേക്ക് വരും പരന്ന്, പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് ആംസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെറുതെ നെഞ്ചുവേദന അപ്പൊ നമ്മൾ പറയുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെഞ്ചുവേദന പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, അത് വല്ല ഗ്യാസിന്റെ ആയിരിക്കും അല്ലെ. പക്ഷെ ഓൾ ദാറ്റ് ചെസ്റ്റ് പെയിൻസ് കനോട്ട് ബി കൺക്ലൂഡഡ് ആസ് ഗ്യാസ് അല്ലെ. ഗ്യാസ് ആണെന്ന്, ഗ്യാസ് പ്രോബ്ലംസ് ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ പെയിന് ഈ ചെസ്റ്റിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ നെക്കിലേക്കും അതുപോലെ ഷോൾഡേഴ്സിലേക്കും പിന്നെ അങ്ങനെ ആംസിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് പരിശോധിക്കുക, നമ്മളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യുക ഡോക്ടേഴ്സിനെ. ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യുക. ചില ആളുകൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡോക്ടേഴ്സ് ആകും. എന്താണ്, ചിലതൊക്കെ വരുമ്പോൾ ആദ്യം ഇന്നതിന്റെയാണ് നമ്മൾ തന്നെ ഡോക്ടറായിട്ട് തീരുമാനിക്കുക. അപ്പൊ ഇന്നതാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഗ്യാസിന്റെ ചിലപ്പോൾ ഗുളിക കഴിക്കുക, അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ ലിക്വിഡ് ഫോമിലുള്ള മരുന്നുകളൊക്കെ ഉണ്ടല്ലോ അത് കഴിക്കുക. അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിന് ഡോക്ടറാകും.
അത് ചെയ്യരുത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു എന്താ പറയാ സിംറ്റം ആണെങ്കിൽ നെഞ്ചുവേദന വരുന്നു, അതിനുശേഷം നമുക്ക് കഴുത്തിലേക്കോ ഷോൾഡറിലേക്കോ ഒക്കെ എങ്ങനെ സ്പ്രെഡ് ചെയ്യണ്ടോ എന്ന് നോക്കുക. അത് മേ ബി എന്നേ പറയുന്നുള്ളൂ, എല്ലാം തന്നെ അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് അതങ്ങനെ ചിലപ്പം ഒരിടത്ത് വേദന വന്നാലേ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എല്ലായിടത്തും വേദനിക്കുന്ന പോലെ തോന്നും. കാരണം ചിലർക്ക് പേടിയാണ്, പേടി കൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കാം. അട്ടവരേറ്റ് മേ ബി നമുക്ക് ഒരു ഡോക്ടേഴ്സിനെയൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൺസൾട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ CAD എന്ന് പറയുന്ന വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു അവർ ഹാർട്ട്, അതിന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആൻജൈന. അപ്പൊ ഈ ആൻജൈന പോലെയുള്ള രോഗം എന്തുകൊണ്ട്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്, എന്താണ് അങ്ങനെ ഒരു ആൻജൈന ഈ പറയുന്ന ചെസ്റ്റ് പെയിൻ വരാനുള്ള സാധ്യത? ബിക്കോസ് ഓഫ് ദ ഇനാഡക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ടു ഹാർട്ട് ആണ്. എന്താണ് ഇനാഡക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ടു ഹാർട്ട്? ഈ ബ്ലഡ് ആവശ്യത്തിന് നമ്മുടെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യപ്പെടാതെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചെസ്റ്റ് പെയിൻ നമുക്ക് ഇങ്ങനെ ആൻജൈനയാണെങ്കിൽ വരുന്നത്. നമ്മുടെ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് അങ്ങോട്ട് എത്തുന്നില്ല. സോ വാട്ട് മേ ബി ദ റീസൺ ഫോർ ഇറ്റ്? അതിനുള്ള എന്താ പറയാ കാരണം എന്തായിരിക്കാം? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് കണ്ടുപോയി തോന്നുന്നു. കേൾക്കണ്ടല്ലോ? യെസ്, ഓക്കെ. അപ്പൊ എന്തായിരിക്കാം ഇതിനുള്ള കാരണം? ഇങ്ങനെയുള്ള ചെസ്റ്റ് പെയിൻ, ആൻജൈന പോലുള്ള ചെസ്റ്റ് പെയിൻ വരാനുള്ള കാരണം എന്തായിരിക്കാം? യെസ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബ്ലോക്ക്. എന്ത് ബ്ലോക്ക് ചെയ്തു? നമ്മുടെ ബ്ലഡിനെ ഹാർട്ടിലേക്ക് എത്താനുള്ള വഴിക്ക് എന്തോ തടസ്സം വന്നിട്ടുണ്ട്. വഴിയിൽ എവിടെയോ തടസ്സമാണ്. തടസ്സം വന്നു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് എന്താണ് കിച്ചണിലൊക്കെ നമുക്ക് വാഷ് ബേസിൻസ് ഉണ്ട് അല്ലെ? കിച്ചൺ വാഷ് ബേസിൻ ഇല്ലാത്ത ആരും ഉണ്ടാവൂല. ഓക്കെ, ഈ വാഷ് ബേസിന് നമ്മൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കഴുകും അല്ലെ? ഫുഡ് കഴിച്ചതിന്റെ റിമെയിൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ ഇരിക്കും. നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്തു എന്ന് പറയാലും ചിലപ്പോഴൊക്കെ നമ്മൾ അതിനകത്ത് വരുന്ന വേസ്റ്റ് കാണുന്ന പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്ത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്യും അല്ലെ? നമ്മൾ മാറ്റി വെക്കും. അങ്ങനെയാണ് സാധാരണ വാഷ് ബേസിൽ കഴുകേണ്ടത്. അങ്ങനെ തന്നെയാണ് കഴുകേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ആവും. ചിലപ്പോഴൊക്കെ നമ്മൾ കെയർലെസ് ആയിട്ട് പെട്ടെന്ന് ധൃതിക്കൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം സാധനങ്ങളൊന്നും മാറ്റാതെ നമ്മൾ വേഗം കഴുകുന്നു. ഇത് കുറെ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഇതെല്ലാം വന്ന് ഈ പൈപ്പിന്റെ എന്താ പറയാ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ, ഇപ്പൊ ഒരു ഹോളോ പൈപ്പ് ആണെങ്കിൽ ആ ഹോളിന്റെ അരികത്തൊക്കെ ഇങ്ങനെ വന്ന് പറ്റി പിടിച്ചിരിക്കും അല്ലെ? കുറച്ച് കഴിയുമ്പോ, പെട്ടെന്നൊന്നും അല്ല, കുറെ കഴിയുമ്പോ അതെന്ത് ചെയ്യും? ഇങ്ങനെ വെള്ളം പോകുന്നത് ചിലപ്പോ വെള്ളം പതുക്കെ പോകുന്നതിന്റെ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ അവിടെ ചെന്ന് നോക്കിയാലേ നമുക്കത് മനസ്സിലാകുള്ളൂ. ആദ്യം ഒക്കെ ഇങ്ങനെ ഭയങ്കര ഫുള്ളായിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്ന അതേ മാത്രയിൽ അപ്പുറത്തെത്തും, അത് ഫുൾ ക്വാണ്ടിറ്റിയിൽ തന്നെ എത്തും. പക്ഷെ ആഫ്റ്റർവേർഡ്സ് കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് വെള്ളം വരുന്നത് ഇങ്ങനെ നൂല് പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, വെള്ളം വരിക. ആ ഡ്രെയിനേജിന്റെ അവിടെ ചെന്ന് നോക്കിയാൽ വെള്ളം പതുക്കെ വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് മേക്സ് എ ബ്ലോക്ക് ഉണ്ടാകും. എവിടെ? നമ്മുടെ വാഷ് ബേസിനിൽ പതുക്കെ വെള്ളം നിറഞ്ഞു വരും. പതുക്കെ അതിങ്ങനെ എന്താ പറയാ തുള്ളിയായിട്ടോ കുഞ്ഞു ക്വാണ്ടിറ്റിയിലോ അത് പുറത്തേക്ക് പോകുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം എവിടെയോ സംതിങ് ഈസ് ബ്ലോക്കിംഗ്. അത് ഈ വെള്ളത്തെ പോകാതെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ബിക്കോസ് എന്താണ് ഇതിന് കാരണം? ഇതിന്റെ ചുറ്റും അടിഞ്ഞുകൂടുന്ന ഈ അഴുക്ക് മെറ്റീരിയൽസ് അത് അവിടെ ഒന്നിങ്ങനെ കട്ടപിടിച്ചിരുന്ന് അത് എന്ത് ചെയ്യുന്നു? പോകുന്നത് തടയും. ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് തടയും. അവസാനം അതിന് സ്പേസ് ഇല്ലാണ്ട് വരും. ഇതിങ്ങനെ അടഞ്ഞ് ആരും ശ്രദ്ധിക്കാതെ ഇതിങ്ങനെ മൊത്തം ഇവിടെ ബ്ലോക്ക് അടഞ്ഞു വരും. അപ്പൊ ഒട്ടും തന്നെ വെള്ളം പുറത്തേക്ക് ഡ്രെയിനേജിലേക്ക് പോകുന്നില്ല. സിമിലർലി അതുപോലെ തന്നെയാണ് നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്ന പൈപ്പ് ഉണ്ട്, ആർട്ടറി ഉണ്ട്. ആ ആർട്ടറീസിന്റെ ചുറ്റും, ആ ധമനിക്ക് ചുറ്റും എന്ത് സംഭവിക്കും? ഇതുപോലെയുള്ള സം വേസ്റ്റ് മെറ്റീരിയൽസ് വിച്ച് ഈസ് ഹിയർ നോൺ ആസ് പ്ലാക്ക് പോലെയുള്ള ചില മെറ്റീരിയൽസ് ആണ് വന്നിങ്ങനെ അടിഞ്ഞുകൂടുക. ദാറ്റ് മീൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുണ്ടാകുന്ന എന്താ പറയാ കൊളസ്ട്രോള്, ഫാറ്റ്, അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട്. ഒത്തിരി ആവശ്യത്തിൽ അധികമായി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ പറയാ ഇതെല്ലാം കൂടി വന്നിട്ട് എവിടെയെങ്കിലും കളക്ട് ചെയ്യപ്പെടും. എവിടെയെങ്കിലും വന്ന് ഇങ്ങനെ അടിഞ്ഞ് കൂടിയിരിക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമുക്ക് എന്ത് സാധനവും മതി. പക്ഷെ ഇത് നമ്മളുടെ ഇനഫിനേക്കാൾ കൂടുതലാകുമ്പോ, മോർ ദാൻ അബവ്, അതായത് നമുക്ക് ആവശ്യത്തിലധികമാകുമ്പോ ഇതൊക്കെ പല രോഗലക്ഷണങ്ങളായിട്ട് പുറത്തേക്ക് വരും ഇല്ലേ? കൊളസ്ട്രോൾ കൂടി, ഫാറ്റ് കൂടി എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് എന്താ വലിയ ബുദ്ധിമുട്ടുകൾ, രോഗത്തിന്റെ ചില എന്താ പറയാ ചില അടയാളങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടും നമ്മുടെ ബോഡിയിൽ. അപ്പോ ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടി അതിനെ നമ്മൾ പ്ലാക്ക് എന്നാണ് വിളിക്കുക. ഇത്തരം വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാകുന്ന പ്ലാക്ക്
പ്ലാക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് കൊളസ്ട്രോൾ പ്ലാക്കും ഒന്ന് ഡെന്റൽ പ്ലാക്കും. ഡെന്റൽ പ്ലാക്ക് ഉണ്ടാവണം എങ്ങനെയാ? കുട്ടികളുടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. വലിയവരുടെ അങ്ങനെ വരാൻ സാധ്യതയില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒക്കെ അത്ര വലിയ ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മളാണ് അവരെ എന്ത് ചെയ്യുക, ഒരു പരിധി വരെ ഒരു പ്രായം വരെയൊക്കെ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് നിന്ന് ചെയ്യിപ്പിക്കുക. അതർവൈസ് ഇതെന്ത് ചെയ്യാം, ഒരു യെല്ലോ ഇഷ് കളറിലുള്ള ഒരു സാധനം ഒരു വന്നിങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടിയിരിക്കും. അതൊരു ഹാർഡന്റ് ആയിട്ടുള്ള, ചിലപ്പോ എന്താ പറയാ മണ്ണ് ഒക്കെ പോലെ, മണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് അടിഞ്ഞുകൂടി കട്ട പിടിക്കില്ലേ, അത്രയും ഹാർഡന്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് അത് പല്ലിന്റെ വിടവുകളിൽ എവിടെയൊക്കെയോ സ്പേസ് ഉണ്ട് അവിടെയൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞിരിക്കും. മനസ്സിലായോ? അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് പിന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ട് മൊത്തം ക്ലീൻ ചെയ്യിപ്പിക്കേണ്ടി വരും. അതിപ്പോ അടർത്തുമ്പോ കാണാൻ പറ്റും, ഒരു ഇങ്ങനെ തരി പോലെ എന്തോ സാധനം ഇങ്ങനെ സിമെന്റ് ഒക്കെ പൊടിഞ്ഞു പോരുന്ന പോലെ പൊടിഞ്ഞു വരും. ഇതുപോലെ തന്നെ കൊളസ്ട്രോൾ കൊണ്ടുണ്ടാകുന്ന പ്ലാക്സ് ആണ് നമ്മുടെ ഈ ആർട്ടറീസിന്റെ ചുറ്റും ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടുക. സോ ദാറ്റ് ഇറ്റ് മേ ബ്ലോക്ക് ദ ബ്ലഡ് ടു ഹാർട്ട്. ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തുന്നത് ഇതിങ്ങനെ എന്ത് ചെയ്യും, അടിഞ്ഞടിഞ്ഞ് കൂടുമ്പോൾ സ്പേസ് കുറഞ്ഞു വരും. അപ്പൊ ഈ എന്താ പറയാ ബ്ലഡ് വരുന്നത് ഹാർട്ടിലേക്ക് പോകുന്ന അത് കുറഞ്ഞു ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അവസാനം ഇത് ഒട്ടും അറിയാതെ നമ്മൾ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന നെഞ്ചുവേദന ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഗ്യാസിന്റെ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റേതാണെന്ന് വിചാരിക്കും, എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് നമ്മൾ കുറെ സൊല്യൂഷൻസ് കണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അവിടെ നിന്നൊക്കെ മരുന്ന് പറക്കി തിന്ന് ഒക്കെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. ആഫ്റ്റർ ഓൾ ഇത് ലാസ്റ്റ് ഒട്ടും പോകാതെ ഇത് ബ്ലോക്ക് ചെയ്യപ്പെടും ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ഹാർട്ട് അറ്റാക്ക്. ഇത് എന്തിലേക്ക് നയിക്കാം? ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാം, മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ. സോ ഇത് നമ്മൾ നേരത്തെ തന്നെ അറിയുകയാണെങ്കിൽ അതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. ബൈ ഏതിലൂടെ? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ. അത് എന്ത് ചെയ്യാണ് ഇവരുടെ ഈ ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ, CABG എന്നാണ് അതിന്റെ ഷോർട്ട് ഫോമിൽ കൂടി അറിഞ്ഞിരിക്കണേ. ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ they will remove the plaques which is collected in this artery. ഈ ആർട്ടറിയുടെ ഭിത്തിയിൽ വന്നിരിക്കുന്ന ഈ പ്ലാക്സ് ഒക്കെ റിമൂവ് ചെയ്ത് ചുരണ്ടി സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് സർജറി ചെയ്ത് ഇതൊക്കെ റിമൂവ് ചെയ്ത് ആ ബ്ലോക്ക് ഒക്കെ അങ്ങോട്ട് മാറ്റി ആ വഴിയിനൊക്കെ അങ്ങോട്ട് ക്ലിയർ ആക്കി വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് വിൽ ഫ്ലോ. പെട്ടെന്ന് തന്നെ ബ്ലഡ് അതിൻ്റെതായ രീതിയിൽ ആ ഒരു ഫോഴ്സിൽ തന്നെ അത് ഫ്ലോ ചെയ്യുകയും ആൻഡ് afterwards we can increase our life expectancy. അങ്ങനെ നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാം ആൻഡ് നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ തടയുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് CABG. മനസ്സിലായോ? അപ്പൊ ഇത് മൂന്ന് കണക്റ്റഡ് ആണ്. കൊറോണറി ആർട്ടറി ഡിസീസ് അത് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസിൽ ഒന്നാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ആൻജൈന. ഈ ആൻജൈനയെ റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആൻജൈന പോലുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. കിട്ടിയോ? ഇത് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോ മനസ്സിലായോ? റിപ്ലൈ ക്ലിയർ ആയെന്നാണോ? ഇനിയൊന്ന് ഒരു ഇത് എന്താന്നൊക്കെ എഴുതിയൊക്കെ തരൂട്ടാ. അതിന്റെ ഒപ്പം എഴുതി തരും ഞാൻ. ഇതിനകത്ത് കുറച്ച് അധികം എഴുതാനുണ്ട്. കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ഭാഗം കൂടി കഴിഞ്ഞിട്ട് അതിന്റെ ആ നോട്ട് ഞാൻ അങ്ങോട്ട് തരാം. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മളെ എല്ലാം വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ നിസ്സാരമെന്ന് നമുക്ക് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യുക. സോ ദാറ്റ് അതുകൊണ്ട് നമ്മളുടെ ലൈഫ് എക്സ്പെക്ടൻസി ഒരു 2 കൊല്ലോ 3 കൊല്ലോ ഒക്കെ നമുക്ക് നീട്ടി കിട്ടിയാൽ അല്ലെ, നമ്മൾ വിചാരിക്കില്ലേ പിള്ളേരൊക്കെ ഒരു ആവണ വരെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് പല പ്ലാൻ ഉണ്ടാവും നമ്മളുടെ ജീവിതത്തില്. അപ്പൊ അത്തരം ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മളായിട്ട് നമ്മൾ വഴിയൊരുക്കരുത്. നമുക്ക് രോഗങ്ങൾ വരാനായിട്ട് രോഗങ്ങള് കുറെയൊക്കെ നമ്മുടെ തന്നെ എന്താ പറയാ ശ്രദ്ധയില്ലായ്മയും ഒക്കെ ഒരു പരിധിവരെ കാരണങ്ങളാണ്. നമ്മൾ നമ്മളുടെ ലൈഫിനെ കുറിച്ച് ഒത്തിരി ശ്രദ്ധിക്കില്ല. അതേസമയം വേറെ ആർക്കെങ്കിലും അസുഖം പോലും വേഗം തന്നെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടാനൊക്കെ നമ്മൾ ഒത്തിരി ഇനീഷ്യേഷൻ കാണിക്കും. പക്ഷെ നമ്മുടേത് വരുമ്പോ നമ്മൾ സാരില്ല അതിപ്പോ മാറും, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കിട്ടണോടത്തുനിന്നൊക്കെ കുറച്ച് ഗുളിക എടുത്ത് വാരി തിന്നാം. അത് അന്നേരം ആ ഗുളികയുടെ ആ ഒരു ഇഫക്റ്റ് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു പെയിൻ ആണല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. വേറെ ഒന്നാണെങ്കിലും പ്രശ്നമില്ല. എവിടെയെങ്കിലും ശരീരത്തിന്റെ ഭാഗത്തിൽ എവിടെയെങ്കിലും പെയിൻഫുൾ ആകുമ്പോഴാണ് അത് നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുക. അല്ല ഒരു രോഗം അവിടെ വെറുതെ അവിടെ നിന്നോട്ടെ, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അതൊരു രോഗമാണ്, പക്ഷെ അത് നമുക്ക് പെയിൻഫുൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കില്ല, കുഴപ്പമില്ല, നമ്മുടെ അല്ലേ, നമ്മൾ അതിന് വലിയ എന്താ പറയാ ഇത് കൊടുക്കാറില്ല അല്ലെ, കാര്യമായിട്ട് അതിനൊരു ശ്രദ്ധ കൊടുക്കാറില്ല എന്നാണ്. പക്ഷെ അതൊക്കെ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ലൈഫിനെ കുറച്ചുകൂടി നീട്ടാൻ സാധിക്കും. അശ്രദ്ധ പലതിനും എന്താ പറയാ കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് ആൻജൈന അതുപോലെയുള്ള രോഗങ്ങൾ, അത്തരം സിറ്റുവേഷൻസിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ CABG കൊറോണറി
ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് കൊണ്ട് സാധ്യമാകുന്നു. അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ സർജറി ഉണ്ട്. അതായത് നമ്മുടെ ഹാർട്ടിനോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനോ നടത്തുന്ന സർജറീസ് ആണ് കേട്ടോ. അതാണ് കാർഡിയോ വാസ്കുലർ സർജറി എന്ന് പറയുന്നത്. ഹാർട്ടിനോ അല്ലെങ്കിൽ അതിന്റെ ബ്ലഡ് വെസൽസിനോ ഉണ്ടാകുന്ന സർജറികൾ, പല പല കാരണങ്ങൾ കൊണ്ട് സർജറീസ് ആവശ്യം വരുമല്ലോ. അപ്പൊ അത്തരം സർജറിനെയാണ് നമ്മൾ കാർഡിയോ വാസ്കുലർ സർജറി എന്ന് വിളിക്കാൻ. ഓൾസോ ഇത് മാത്രമല്ല ഇവിടെ നടക്കുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതർ പ്രൊസീജിയേഴ്സ്, മറ്റ് പല പ്രൊസീജിയേഴ്സും ഇവിടെ നടക്കുന്നുണ്ട്. അത് ബൈപ്പാസ് സർജറി നടത്തുന്നുണ്ട്, വാൽവ് റിപ്പയർമെന്റുകൾ, നമ്മുടെ വാൽവിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കംപ്ലീറ്റ്ലി ഡിസോർഡർ ആയിട്ടുള്ള വാൽവാണ്, കംപ്ലീറ്റ്ലി പോയി കിടക്കുന്ന വാൽവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ്. അതിന് പകരം ആ വാൽവ് മാറ്റി വാൽവ് പുനഃസ്ഥാപിക്കുന്നതും ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ കൺജനിറ്റൽ ഡിഫക്ട്സ്. എന്താ കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ജന്മനാ തന്നെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആയിട്ട് ജനിക്കുമ്പോഴേ തന്നെ കുട്ടികളിലൊക്കെ ചില ഹാർട്ട് പ്രോബ്ലംസ് അതിന് ബൈ ബർത്ത് കൊണ്ടുണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ചില ഹാർട്ട് പ്രോബ്ലംസ്. അപ്പൊ അതൊക്കെ നേരത്തെ കണ്ടെത്തിയാൽ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ചില സർജറീസിലൂടെ. ഓക്കെ, അത് നേരത്തെ കണ്ടെത്തണം കുട്ടികളിൽ ഇന്ന ഡിഫക്റ്റ് ഉണ്ട്. അത് ഒത്തിരി വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാലോ, കുട്ടി ആയിരിക്കുമ്പോൾ അതിനെ ഒരു ആവശ്യത്തിനുള്ള ഒരു പ്രായം അതൊക്കെ അവർ പറയും, ഡോക്ടേഴ്സിനൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഇത്രയും ജനിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്യാനായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. വിതിൻ ദീസ് ഇയേഴ്സ് ഓഫ് ഏജ്, ഇത്ര പ്രായത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ഇത് മാറ്റിയെടുക്കാം. ബിക്കോസ് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പൊ അത്തരം സർജറിയിലൂടെ നമുക്കത് മാറ്റാം എന്നൊക്കെ അവര് പറയും. അത് ഡോക്ടേഴ്സിന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുമല്ലോ. അപ്പൊ അത്തരം സർജറീസ് ഒക്കെ നടത്തി അതിനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് കോൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ബർത്ത് മെനി ഹാർട്ട് പ്രോബ്ലംസ്, ഒന്നിലധികം പ്രശ്നങ്ങൾ ഹാർട്ടുമായിട്ട് ജനിക്കുന്ന കുട്ടികൾ. അങ്ങനെയുള്ളവരുടെ ജന്മന കുട്ടിയാകുമ്പോൾ തന്നെയല്ലോ ചിലർക്ക് കുറച്ച് വലുതായിട്ടായാലും അത്തരം സർജറീസ് നടത്തി അത്തരം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എപ്പോഴാണോ അത് അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ അത്തരം സർജറീസ് നടത്തുന്നുണ്ട് ഇവിടെ. പിന്നെന്താ, വാസ്കുലർ ഡീൽസ് വിത്ത് ഓൾസോ ഡിസീസസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ ബ്ലഡ് വെസൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ കാർഡിയോ വാസ്കുലർ സർജറി, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന സർജറീസ് അതും നടത്തപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ പേസ് മേക്കർ ഇംപ്ലാന്റേഷനും ഇത്തരം കാർഡിയോളജിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്താണ്? പേസ് മേക്കർ എന്ന് വെച്ചാൽ ഒരു ചെറിയ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ മെഷീനാണ്, ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് അബൌട്ട് 28 grams, ഏകദേശം 10-28 gram മാത്രം എന്താ പറയാ വെയിറ്റ് ഉള്ള ഒരു ചെറിയ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അണ്ടർ അവർ സ്കിൻ, അതായത് നമ്മുടെ ഈ ത്രോട്ടിന്റെ ഭാഗത്ത് അതിന് താഴെയായിട്ട് സ്കിന്നിന്റെ അടിയിൽ പ്ലേസ് ചെയ്യും ഈ ഒരു പേസ് മേക്കർ. എന്തിനു വേണ്ടിയിട്ട്? സം പീപ്പിൾ ഹാവ് എന്താ പറയാ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് മേ ബി ടു ലോ. അത്ര ആവശ്യത്തിന് എന്താ പറയാ ഈ നമുക്ക് ഇത്ര മിനിറ്റില് ഇത്ര ബീറ്റ് വരണമെന്നുണ്ടല്ലോ അല്ലെ, ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് അത് ഇല്ലാതെ പോവുക, ചിലപ്പോൾ വളരെ കുറഞ്ഞു പോവുക. ചിലർക്ക് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുക, ഹൃദയമിടിപ്പിന്റെ വേഗത വളരെ കുറഞ്ഞു പോവുകയോ കൂടി പോവുകയോ ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് പേസിൽ നിർത്താൻ, കറക്റ്റ് ആക്കാൻ ആ ഒരു റേഷ്യോയില് എത്രയാണോ ഇപ്പൊ 72 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു നമ്പറിൽ കറക്റ്റ് ചെയ്ത് നിർത്താനുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിന്റെ ഇടയിലാണ് ഓപ്പറേഷൻ ചെയ്ത് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് അല്ലട്ടോ വയ്ക്കണേ, സ്കിൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഇഫ് അവർ ഹാർട്ട് ബീറ്റ് ഈസ് ഗോയിങ് ടു ലോ, പെട്ടെന്ന് താഴ്ന്നു പോകുകയാണെങ്കിൽ ദിസ് മെഷീൻ, ആ ഒരു ഇൻസ്ട്രുമെന്റ് വിൽ ഗിവ് ഇൻഫോർമേഷൻ, ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യും, എന്താ ബീറ്റ് കുറഞ്ഞു പോകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും? അത് കറക്റ്റ് ആക്കി ആ ഒരു പേസിൽ കൊണ്ടു നിർത്തും, വീണ്ടും അത് കറക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഈ ഹാർട്ട് ബീറ്റ് ടു ലോ ഒക്കെ പോകുമ്പോൾ അത് കറക്റ്റ് പേസിൽ നിലനിർത്താനുള്ള ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് വിളിക്കാം. അത് ഇംപ്ലാന്റ് ചെയ്യുന്നതും നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഐ തിങ്ക് ക്ലിയർ ആയോ? മാത്രമല്ല ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്കിനുള്ള ട്രീറ്റ്മെന്റും നമ്മുടെ കാർഡിയോളജി വിഭാഗത്തിലാണ് കിട്ടുക. അപ്പൊ ഒരു ബിഗസ്റ്റ് റേഞ്ച് ഓഫ് എന്താ പറയാ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ്, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. നിസ്സാരമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ. ഒത്തിരി നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ആ ഒരു വലിയ മെഷീനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടാണെന്ന് അറിയാലോ ഹാർട്ട് എന്ന്, അല്ലെ? അപ്പൊ പിന്നെ അതിന് കംപ്ലൈന്റ് വരാൻ പാടില്ല. അപ്പൊ അതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതിൽ നമുക്ക് കുറച്ചൊക്കെ കടമകളുണ്ട്. മീൻസ് നമ്മളുടെ ഭക്ഷണ രീതി,
നമ്മളുടെ എക്സസൈസ്, നമ്മളുടെ ലൈഫ് സ്റ്റൈല് ഒത്തിരി അതിന് വലിയ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ് ടു എ ലിമിറ്റ്, ഒരു പരിധിവരെ നമ്മളെ കൊണ്ട് തന്നെ പറ്റണം. ആഫ്റ്റർ ഓൾ നമുക്കറിയാം ബാക്കിയെല്ലാം അവിടുത്തെ കയ്യിലാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? കാർഡിയോളജി എന്താണെന്ന് മനസ്സിലായോ? അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ നോട്ട് ഒന്ന് എഴുതി വെക്കണം കേട്ടോ. മനസ്സിലായെങ്കിൽ ഒന്ന് വേഗം എഴുതിക്കോ. ആദ്യം കാർഡിയോളജി എന്ന് അങ്ങനെ എഴുതാം. മെയിൻ ഹെഡിങ് കാർഡിയോളജി എഴുതാം. കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ അടുത്ത പോയിന്റിൽ കൂടി എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നോട്ട് എഴുതാൻ പറ്റില്ല. കാർഡിയോളജി എന്ന് എഴുതാം. അതിന്റെ താഴെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് എഴുതാം. കൊറോണറി ആർട്ടറി ഡിസീസ്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് എഴുതാം. അതിനൊരു ഹൈഫൻ ഇട്ടിട്ട് CAD എന്ന് എഴുതാം. CAD അതിന്റെ ഷോർട്ട് ഫോം തന്നിട്ട് എന്താ പറയാ, നമുക്ക് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് CAD എന്ന് അതിന്റെ ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. വീണ്ടും അതിന്റെ താഴെ ആൻജൈന എന്ന് എഴുതാം. ആൻജൈന എഴുതാൻ പറ്റുന്നില്ലേ പറയുന്നത്? ഓക്കെ, ആൻജൈന എന്ന് എഴുതാം. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. സിവിയർ പെയിൻ, severe SEVERE, severe pain in chest, CHEST, chest. Often, OFTEN, often spreading, SPREADING, spreading to the shoulders, often spreading to the shoulders, arms, 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 neck, 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 due to inadequate supply of blood, due to inadequate, INADEQUATE, inadequate supply of blood to heart, inadequate supply of blood to heart, HEART. എല്ലാവർക്കും എഴുതാൻ പറ്റിയോ? ആൻജൈന, സിവിയർ പെയിൻ ഇൻ ചെസ്റ്റ്, ഓഫൺ സ്പ്രെഡിംഗ് ടു ഷോൾഡേഴ്സ്, ആർംസ് and neck, due to inadequate supply of blood to heart. Severe pain in chest, often spreading to shoulders, arms and neck, 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 due to inadequate supply. Inadequate ഒറ്റ വാക്കാണ് കേട്ടോ. Adequate opposite ആണ്. Inadequate supply of blood to heart. Okay, next അടുത്ത പോയിന്റ് എഴുതാം. Coronary artery bypass grafting. Coronary artery bypass grafting. ഒരു ഹൈഫൻ ഇട്ടിട്ട് CABG എന്ന് എഴുതാം. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഉപയോഗിക്കാം കേട്ടോ. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, CABG. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. It is a surgical procedure. It is a surgical procedure, SURGICAL, surgical procedure to treat surgical procedure to treat CAD, coronary artery diseases in the short form AD മാത്രമേ ഉള്ളൂ. CAD capital letters ലെ ഇതാട്ടാ. To treat CAD caused by CAUSED, caused by
CAUSED, caused by the build-up of the build-up, BUILD, build-up of, caused by the build-up of plaques, 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 in the arteries of heart, in the arteries, the money, arteries, ARTERIES, arteries of heart. Full stop. By BY, by CABG. ഞാൻ ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കുന്നത്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, അതിലൂടെ എന്നാണ് ബൈ CABG, can relieve chest pain, can relieve, RELIEVE, relieve chest pain, and increase our life expectancy, and increase our life expectancy, EXPECTANCY, ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും പറ്റും. ഈ CABG ചെയ്യുന്നതിലൂടെ ആ പ്ലാക്സ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ജീവിതം കുറച്ചുകൂടി മുന്നോട്ടേക്ക് നമുക്ക് നീട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? എഴുതി കഴിഞ്ഞോ? യെസ്. നെക്സ്റ്റ് വൺ, പേസ് മേക്കർ. അതും കൂടി വേഗം എഴുതിക്കോ. ബൈ സി. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോ ഒന്ന് പറഞ്ഞുതരും. ആരെങ്കിലും ഒന്ന് ഫുൾ നോട്ട് എഴുതി ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോഴല്ല, ഇതും കൂടി കഴിഞ്ഞിട്ട്. പേസ് മേക്കർ, പേസ് മേക്കർ കൂടി എഴുതാം. പേസ് മേക്കർ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എ സ്മോൾ ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ്, എ സ്മോൾ ബാറ്ററി ഓപ്പറേറ്റഡ്, OPERATED, operated device, which senses, SENSES, sense ചെയ്യാൻ മനസ്സിലാക്കുക. senses when heartbeat is too low, heartbeat is too low, ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുമ്പോ, and heartbeat is too low. Full stop. The pacemaker send signal. The pacemaker send, SEND, send signal to heart. Send signal to heart that makes signal കൊടുക്കുന്നു ഹാർട്ടിലേക്ക്. That makes heartbeat at the correct pace. That makes heartbeat at the correct pace, PACE. കറക്റ്റ് പേസിലാണ് അത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുക്കും. അപ്പൊ തന്നെ അത് കറക്റ്റിലേക്ക് പോകും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. It is implanted under the skin. It is implanted, IMPLANTED, implanted under the skin. സ്കിന്നിന്റെ അടിയിലാണ് കേട്ടോ. ഇത് തുറന്ന് മൊത്തം ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുള്ള വയ്ക്കുക. സ്കിന്നിന്റെ അടിയിലാണ് കൊടുക്കുക. അതായത് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് അടിയിൽ വെച്ചാലും അറിയാൻ പറ്റുമല്ലോ. നമ്മുടെ ഇവിടെ ചെസ്റ്റിൽ വെച്ചിട്ടല്ലേ മറ്റേ ഡോക്ടേഴ്സ് സ്റ്റെത്ത് വെച്ചിട്ട് നോക്കുന്ന, സ്റ്റെത്തസ്കോപ്പ് വെച്ച് നോക്കുന്നത് ഇതിന്റെ പുറത്ത് വെച്ചിട്ടല്ലേ, ഇടിക്കണമെന്ന് തുറന്നു വെച്ചിട്ടല്ലല്ലോ നോക്കണേ. ഓക്കെ. ഇനി അടുത്തതും കൂടി എഴുതാം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് ഒരു വേർഡ് എടുക്കുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാം. ഒരു ഹൈഫൻ ഇട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതാം. അത് തന്നെയാണ് ഹാർട്ട് അറ്റാക്കിന് മറ്റൊരു വാക്കാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു എന്താ പറയാ, നമ്മളുടെ ആ നോട്ട് തന്നതേ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് എഴുതിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അവർക്ക് കൊടുക്കണേ. ചിലർക്ക് ചില വേർഡുകളൊക്കെ ചിലപ്പോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോ അറ്റത്തെ ഭാഗം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ.
ഓക്കെ, രണ്ടാമത്തെ ക്ലാസ് അല്ലേ. അടുത്ത ഒരു പോയിന്റ് കൂടി ഞാൻ അങ്ങനെ എടുത്തേക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് എഴുതാനില്ല, നോട്ടില്ല. സോ ഞാനത് പറയാൻ പോവാണ്. ബിക്കോസ് 1 മിനിറ്റേ ഉള്ളൂ, അത് കുഴപ്പമില്ല. 2, 3, 4 മിനിറ്റ് കൊണ്ടൊക്കെ ഞാനത് പറഞ്ഞു നിർത്തിക്കോളാം. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഓക്കെ, അനസ്തേഷ്യോളജി ആണ്. വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി. എന്താണിത്? ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അനസ്തേഷ്യ ഫോർ പേഷ്യൻസ് ആണ്. പേഷ്യൻസിന് പലപ്പോഴും നമുക്ക് എന്താ പറയാ അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും. എപ്പോഴാണ് അനസ്തേഷ്യ കൊടുക്കേണ്ടി വരിക? ചില സർജറീസ് നടത്തുമ്പോ, ചില പ്രൊസീജിയേഴ്സ് നടത്തുമ്പോ, ഓപ്പറേഷന്റെ സമയത്ത് ചിലപ്പോൾ ഡ്രസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്താ പറയാ തുന്നിക്കെട്ടലിനാണ്, അല്ലെ, എന്താ പറയാ സ്റ്റിച്ച് ഇടുന്നതിന്, അങ്ങനെ. അതായത് നമ്മള് മുറിവുകളൊക്കെ വരുമ്പോ അത് എന്താ പറയാ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചൊക്കെ കിടന്ന് ഡ്രസ് ചെയ്യണം. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലൊക്കെ അതിനെയാണ് പ്രൊസീജിയേഴ്സ് വിളിക്കാം. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അവരെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ അനസ്തേഷ്യോളജി. ഈ അനസ്തേഷ്യോളജി പ്രധാനമായിട്ടും എല്ലാം ഒരുപോലെയല്ല കേട്ടോ, ഇതിൽ അത് വ്യത്യസ്തതയുണ്ട്. അതായത് എങ്ങനെ കൊടുക്കുന്ന ആ ഒരു അനസ്തേഷ്യയുടെ അടിസ്ഥാനത്തിൽ what type of anesthesia should be provided to the patients, അത് എങ്ങനെയുള്ളത് കൊടുക്കണം എന്നുള്ളതിന് പ്രത്യേകതകളുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3. 3 ആയിട്ടാണ് അനസ്തേഷ്യനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. 3 ആണ് കേട്ടോ. ജനറൽ, ലോക്കൽ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. സോ ലെറ്റ് us see what are the differences between these 3 anesthesia. ഇതിന്റെ 3 പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്താണ് ഇത് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ജനറൽ അനസ്തേഷ്യ സാധാരണയായിട്ട് അനസ്തേഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടർ അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ത്രൂ എ മാസ്ക്. ഒരു മാസ്ക് വെച്ചിട്ടേ അതിനകത്തുള്ള എന്തെങ്കിലും മരുന്നായിരിക്കും. അപ്പൊ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നില്ല, ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അല്ലാതെ ഇങ്ങനെ ഒരു മാസ്കിൽ അത് ഒഴിച്ചിട്ട് അതിങ്ങനെ ഇൻഹേൽ ചെയ്യുമ്പോ, നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോ അതിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തെടുത്ത് അത് എങ്ങനെയുള്ള പ്രൊസീജിയർ ആണോ ചെയ്യണേ അതനുസരിച്ചിട്ടാണ്, അതിന്റെ ആ ഒരു സർജറി എങ്ങനെയുള്ളതാണോ അതനുസരിച്ചിട്ടുള്ള അനസ്തേഷ്യാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അത് ഇൻഹേൽ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആള് അൺകോൺഷ്യസ് ആകും. അപ്പൊ അൺകോൺഷ്യസ് ആയി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ ഒരു പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. അതർവൈസ് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ത്രൂ IV കാനുല. കാനുല വെച്ചിട്ട് കൊടുക്കും. നമ്മുടെ ഈ ഞരമ്പിലൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് കളറിലുള്ള സാധനം കൊണ്ടൊന്ന് തലകേറ്റി വെക്കാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഞ്ചക്ഷൻ കുറെയൊക്കെ കൊടുക്കേണ്ടി വരുമ്പോ ഈ സാധനം കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ മറ്റേ ഗ്ലൂക്കോസ് ഇടുമ്പോ ഒരു സാധനം കൊണ്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് അതവിടെ ഫിക്സ് ചെയ്ത് വെക്കും. കാരണം ഈ എപ്പോഴും കൊണ്ടൊന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ അവിടെ ഇവിടെ ഒക്കെ ഈ വെയിൻ അന്വേഷണം നടക്കണ്ടല്ലോ. അപ്പൊ ഇതിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻസ് കൊടുക്കാമെങ്കിൽ ഇതിൽ കൂടി അങ്ങോട്ട് കൊടുക്കും IV കാനുല വഴി. അപ്പൊ ഇത്തരം ചില സർജറീസോ ചില പ്രൊസീജിയേഴ്സോ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് വിൽ പ്രൊവൈഡ് അനസ്തേഷ്യ ത്രൂ ദിസ് IV കാനുല. ഈ IV കാനുല വഴിയും അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദേ ഹാവ് ടു എക്സാമിൻ വെദർ ദ പേഷ്യന്റ് ഈസ് ബിക്കമിങ് അൺകോൺഷ്യസ് ഓർ നോട്ട്. അല്ലെ, അത് മനസ്സിലാക്കണം ഡോക്ടർമാര്. ഇത് കൊടുത്ത് അപ്പൊ തന്നെ അങ്ങോട്ട് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിരുമുറുക്കലും എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യില്ല. അവരത് നോക്കിയിരിക്കും. അവർ അൺകോൺഷ്യസ് ആകുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലര് പെട്ടെന്ന് അൺകോൺഷ്യസ് ആകും, ചിലര് സമയം എടുക്കും. അപ്പൊ അവരുടെ ആ ടൈമിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും, ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ അതനുസരിച്ച് അൺകോൺഷ്യസ് ആകുമ്പോഴാണ് they will do their surgery or procedure. എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ജനറൽ അനസ്തേഷ്യ എന്ന് വിളിക്കാൻ. അത് നമ്മളുടെ ആ ഒരു എന്താ പറയാ, നമ്മൾ എവിടെയാണ് നമുക്ക് അത്തരം അനസ്തേഷ്യയില് തരുമ്പോ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെയിനെ കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന മാസ്ക് വഴിയായിരിക്കും കൊടുക്കുക. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറൽ അനസ്തേഷ്യനെ കുറിച്ച് അറിയാനുള്ളൂ. അടുത്തത് ഏതാണ്, ലോക്കൽ അനസ്തേഷ്യ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊരു ലോക്കൽ ഏരിയനെ മൊത്തത്തില് അതിന്റെ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്പ് ചെയ്യുന്ന മരവിപ്പിക്കുക ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം. യൂഷ്വലി ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇത്തരം അനസ്തേഷ്യ കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും അറിയാമോ? ഡെന്റിസ്റ്റുകളാണ്, ഡെന്റൽ ഡോക്ടേഴ്സ് ആണ്. ബിക്കോസ് അവർക്ക് ആ ഒരു ചെറിയ പാർട്ടിൽ എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ പല്ലെടുക്കണം, പല്ല് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ പല്ലില് കമ്പിയിടലും, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ പല്ലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എല്ലാ കുട്ടികളും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയാൽ മിക്ക കുട്ടികളുടെ വായിൽ പല്ല് വെച്ച് വായില് എന്താണ് പല്ല് കമ്പിയിടുന്നത് കാണാം. കുറെയൊക്കെ അവര് ദേ ആർ കോൺഷ്യസ് അബൌട്ട് ദെയർ ബ്യൂട്ടി. അവരുടെ ബ്യൂട്ടീന് തടസ്സമാകുന്ന എന്ത് സാധനം അവർ സമ്മതിക്കില്ല.
അപ്പൊ കുറച്ചൊക്കെ പല്ല് പൊങ്ങിയുണ്ടെങ്കിലും നമ്മളൊക്കെ പണ്ടൊക്കെ ഇതൊക്കെ ഒരു ഞാനിപ്പോ എന്താ പറയാ കൂടുതലും അങ്ങനത്തെ കുറെ കുട്ടികളുമായിട്ട് എനിക്ക് ഇച്ചിരി ഇന്ററാക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഒരു പ്രായം കഴിഞ്ഞപ്പോ 8th 10th ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ എല്ലാവരും അടുത്ത വർഷം പല്ലിൽ കമ്പിടണം അങ്ങനെ പറഞ്ഞ് നടക്കുന്നവരാണ്. കാരണം അവരുടെ പല്ല് കുറച്ചെങ്കിലും പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഇട്ട് ശരിയാക്കണം. അതിനെ കുറിച്ചൊക്കെ പണ്ടത്തെ ആൾക്കാർക്കൊന്നും അതൊന്നും നോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് വെച്ചോണ്ട് നടക്കും. പിന്നെയും കുറെ കഴിയുമ്പോഴായിരിക്കും ഇപ്പൊ പിള്ളേരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടൊക്കെ ആണ് നമ്മൾ പിന്നെ അലൈൻമെന്റുകൾക്കൊക്കെ വേണ്ടി പോകുക അല്ലെ. അപ്പൊ ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോ ഇവിടെ ഡോക്ടേഴ്സ് ദേ ആർ ഡൂയിങ് ലോക്കൽ അനസ്തേഷ്യ. അവർ കൊടുക്കുന്നത് ലോക്കൽ അനസ്തേഷ്യ ആണ്. കാരണം ആ ഒരു ഭാഗത്ത് ഇപ്പൊ ഇവിടെ ഒരു പല്ലെടുക്കണം, ഇവിടുത്തെ പല്ലെടുക്കണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ നമ്മൾ പോലും അറിയില്ല, വാസം കുറിച്ചിട്ട് ഒരു കുത്ത് അല്ലെ. അപ്പൊ കുറച്ച് എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയും. പുറത്തിരിക്കുമ്പോ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഓ ഇവിടെ എന്തോ സാധനം അല്ലെ, വായൊക്കെ എന്തോ പോലെ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമുക്ക് എന്താ പറയാ നമ്മളുടെ ആ ഒരു ഇതിലെ സെൻസേഷനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ദേ ക്യാൻ പെർഫോം ദയർ സർജറീസ്. അതായത് സർജറി മീൻസ് ചിലപ്പോ ഇങ്ങനെ പല്ലെടുക്കുന്നതോ അല്ലെങ്കിൽ അലൈൻമെന്റിന് വേണ്ടിയിട്ട് മുറുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ, മുറുക്കാന്ന് പറഞ്ഞാൽ മറ്റേതാ ടൈറ്റൻ ചെയ്യാനായിട്ടേ ഒക്കെ പോകുമ്പോഴൊക്കെ ഒത്തിരി വേദനയൊക്കെ ഉണ്ടാകും. അപ്പൊ അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ അനസ്തേഷ്യാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഈ പല്ല് എടുക്കുന്നത്, കറക്റ്റ് ചെയ്യുന്നത്, പല്ലിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്നത് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ റീജിയണൽ അനസ്തേഷ്യ. ഇതെന്താ ചെയ്യാ? റീജിയണൽ അനസ്തേഷ്യയുടെ പ്രത്യേകത എന്താ? ഇറ്റ് നംസ് ദ സ്പെസിഫിക് പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗം മുഴുവനായിട്ട് നമ്പ് ചെയ്യും, മരവിപ്പിക്കും. അതാണ് ഏത് റീജിയണൽ അനസ്തേഷ്യ. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ സിസേറിയൻ പോലെയുള്ള പ്രൊസീജിയേഴ്സ് നടക്കുമ്പോഴാണ്. സിസേറിയൻ എന്ന് പറയുമ്പോൾ അറിയാം ഒരു വലിയ ഒരു സർജറിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാലോ, സിസേറിയൻ ഫേസ് ചെയ്തിരിക്കുന്ന ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം അത്തരം അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? മുതുകിലാണ് അല്ലെ. ആണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയാണ് കിട്ടുക. നമുക്കറിയാം ഒരു സാധാരണ ഒരു മാംസമുള്ളടത്ത് ഒക്കെ നമുക്ക് കുത്തുമ്പോ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, അത് ഭയങ്കര എന്താ പറയാ നമ്മളുടെ ബാക്ക് ബോണൊക്കെ ഇരിക്കുന്നതിന്റെ അവിടെയൊക്കെ ആയിട്ടാണ് അല്ലെ. ഒത്തിരി പെയിൻഫുൾ ആണ്, വളരെ പെയിൻഫുൾ ആണ്. അതിന്റെയൊക്കെ പിന്നീട് ആഫ്റ്റർ ഇഫക്റ്റ് കുറെ കഴിയുമ്പോഴും വരും എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലേ കുറെ കഴിയുമ്പോ യെസ് അതെ, അപ്പൊ അങ്ങനെയൊക്കെ വരും അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള അനസ്തേഷ്യ അവിടെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡി മൊത്തം, ഇപ്പൊ വയറിന്റെ അവിടുന്ന് താഴോട്ട് മുഴുവൻ നമ്പ് ചെയ്യും, മരവിപ്പിക്കും. ഇങ്ങോട്ടേക്ക് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പെയിൻ നമ്മൾ അറിയുന്നില്ല. ഇത്രയും ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് പെയിൻ ഒന്നും ഇല്ലാതെ നമ്മൾ എന്തോ ഒരു മരക്കഷ്ണമൊക്കെ വെച്ചതുപോലെയൊക്കെ ഒരു ഫീല് അതിലിട്ട് ഇവരെന്തൊക്കെയോ ചെയ്യുന്നത് പോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു കേട്ട അറിവുകളൊക്കെ വെച്ചിട്ട് ഐ ഫീൽ സോ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയാം അവിടെ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതൊക്കെ വേണമെങ്കിൽ അവർ ചിലരൊക്കെ സ്ക്രീനിലൊക്കെ കാണിച്ചൊക്കെ കൊടുക്കുന്നു തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയണൽ അനസ്തേഷ്യ. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ സിസേറിയന്റെ കാര്യമാണ് അവര് പറയുന്നത്. സിസേറിയൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയം അതന്നെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ സിസേറിയൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് റീജിയണൽ അനസ്തേഷ്യനാണ് അവര് ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോ ഡ്യൂറിങ് ദിസ് സർജറി, ഇപ്പൊ ഈ സർജറി കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ ഇത്തരം അനസ്തേഷ്യാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതിന് മുമ്പൊക്കെ ഈ പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് നോക്കണം, അവരുടെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് നോക്കണം, അവരുടെ ലെവൽ ഓഫ് അൺകോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എത്ര സമയം കൊണ്ടാണ് ഇവര് എന്താ പറയുക ഇവര് കോൺഷ്യസ് ആണോ, ഈ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടും ഇവർക്ക് ബോധമുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് ഇന്ന സ്ഥലത്ത് തൊടുമ്പോ ഫീൽ ചെയ്യുന്നുണ്ടോ, വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഓടിച്ചെന്നത് അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ട് ഓക്കെ ശരി അതൊക്കെ ഇറുക്കോ എന്ന് പറഞ്ഞിട്ട് കീറുകയല്ല. അങ്ങനെ അതൊക്കെ ടെസ്റ്റ് ചെയ്യണം. അതൊക്കെ ശരിയാണോ എന്ന് അല്ലെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രം they can perform the surgery. സിസേറിയൻ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്, നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ ലെവലും ഒക്കെ ഒന്ന് അസസ് ചെയ്യണം. അപ്പൊ ഇത്തരം അസസ്മെന്റുകളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് they will perform the surgery. സർജറി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ്? ബ്ലഡ് പ്രഷർ നോക്കണം, ടെമ്പറേച്ചർ നോക്കണം, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കണം, ആൻഡ് ഓൾസോ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. ഇതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് സർജറീസ് നടത്തുന്നുള്ളൂ. ഏതില്? റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. മറ്റേതിൽ അങ്ങനെയൊന്നുമില്ല. ലോക്കൽ അനസ്തേഷ്യക്ക് ഇത്രയും വിശാലമായിട്ടുള്ള അസസ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും വേദന ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും അല്ലെ, വേദന ഉണ്ടോ? അത് ചെന്നിരിക്കുമ്പോ അനസ്തേഷ്യ കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു സംഭവം മാറും കേട്ടോ.
അതായത് അനസ്തേഷ്യ കൊടുത്തതിന്റെ ആ ഇഫക്റ്റ് പിന്നീട് മാറും. അപ്പൊ വിതിൻ ആ ടൈമിൽ അത് ചെയ്ത് മാറ്റണം. എന്നാലും അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേദന തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞ് ചിലപ്പോൾ പേഷ്യന്റിന് മറന്നുപോയി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പോയി അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടായി, ലോക്കൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്ത ആൾ കേൾക്കാോ ഇന്നോ പല്ല് പറിച്ചോ ഭയങ്കര വേദന എടുത്താലോ. അപ്പൊ ആ ഒരു ടൈമിംഗ് ഉണ്ട് അതിന്. ആ ടൈമിനുള്ളിൽ വിതിൻ ആ ടൈം ആ ഒരു സർജറിയോ എന്താണോ പല്ലെടുക്കലോ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ വേദന എടുക്കും. ഓക്കെ, അനസ്തേഷ്യാസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്, 3 രീതിയിലാണ്: ജനറൽ, ലോക്കൽ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. കിട്ടിയോ? 3 പേര് പഠിക്കാം. 3 എന്താണ് പ്രത്യേകത എന്ന് കൊടുക്കുക, എങ്ങനെയാ കൊടുക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാം. മറ്റേ 2 എക്സാമ്പിൾ ഉണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ ലോക്കൽ അനസ്തേഷ്യക്ക് ഡെന്റിസ്റ്റുകൾ കൊടുക്കുന്നതും, അതുപോലെ തന്നെ റീജിയണൽ അനസ്തേഷ്യക്ക് സിസേറിയൻ പോലെയുള്ള എന്താ പറയാ സർജറീസിലുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ എടുത്തെടുത്ത് പഠിക്കാം. കണക്ട് ചെയ്തൊക്കെ പഠിക്കുമ്പോ വേഗം കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇവിടെ വരെ അനസ്തേഷ്യോളജി വരെയാണ് നമ്മൾ എടുത്തേക്കണേ. അവിടെ വരെയൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കി പഠിച്ചിട്ട് കയറുക. ഓക്കെ, വേറെ സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? ഞങ്ങൾക്ക് സംശയമില്ലല്ലോ? നിങ്ങൾ പറഞ്ഞ 2 കാര്യമില്ലേ? ഫീസ്. ഓക്കെ, ഫീസ് ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർക്കും മറന്നു തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, ബൈ. താങ്ക് യു മിസ്.